الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തിൽ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുവെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕನ್ನು ಚಂತು ಸ್ವಂತ ನಫ್ಸಿನ ಮಡಕಂತ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಜೀವನത്തെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശന പാലനാക്കണം. ആ റബ്ബുടെ സൂക്ഷിച്ച് ജീവനാക്കിലെ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. പുരുഷത്തെ സത്യവിശ്വാസിമാർ, ഞങ്ങളെല്ലാവരും ദുൽഖഅദ തിങ്കളുടെ അവസാനത്തെ നാളിലെത്തിക്കുള്ളത്. ഇന്ന് ഞങ്ങൾ മുന്നോട്ട് ബണ്ട് തിങ്കളെത്തിക്കുന്നത് ദുൽഹിജ്ജ തിങ്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലെ പവിത്രമാക്കിയ നാൾ തിങ്കളിൽ ഒരു തിങ്കളെത്തിക്കുന്നത് ദുൽഹിജ്ജ തിങ്കൾ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലേക്ക് പഠിപ്പാക്കുന്നത് നിശ്ചയമായിട്ടും ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്, നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ പക്കൽ തിങ്കളുടെ കണക്ക് അത് 12 ആയിട്ടിരിക്കുന്നത്. ഭൂമി ആകാശത്തെ സൃഷ്ടിയാക്കിയാൽ പിന്നെ അതിന്റെ കണക്ക് 12 ആയിട്ടിരിക്കുന്നത്. യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാൾ തിങ്കളുടെ അല്ലാഹു യുദ്ധനിഷിദ്ധമായിട്ടുള്ള പവിത്രമായ തിങ്കളുണ്ടാക്കിയ ഏതായിരിക്കണ നാൾ തിങ്കൾ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹദീസിലൂടെ പഠിപ്പാക്കാൻ അനൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال الزمان قد استدارك هذه يوم خلق السماوات والارض السنه 12 شهرا منها 4 حرم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ആകാശഭൂമി സൃഷ്ടിയാക്കിയാൽ പിന്നെ നാല് രാത്രി ക്രമപ്രകാരമായിട്ട് അത് പോയിട്ടുണ്ട്.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്, വർഷത്തെ തിങ്കൾ ഒരു വർഷത്തേക്ക് 12 തിങ്കളായിട്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹാ അർബഅത്തുൽ ഹുറും, അതിലും 4 തിങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 തിങ്കൾ പവിത്രമായിട്ടിരിക്കുന്നത്. സലാസത്തുൽ മുതവാലിയാത്തുൽ ദുൽഖഅദ വദുൽഹിജ്ജത്ത് വൽ മുഹറം, അതില് കണ്ടിന്യൂയിട്ട് ബന്ധ 3 തിങ്കളുകൾ. അത് ഏത് ചൊല്ലുണ്ടെങ്കിൽ ഒന്ന് ദുൽഖഅദ, അതായത് ഇപ്പൊ ഉള്ള ഈ തിങ്കൾ, അതേപോലെ ദുൽഹിജ്ജ, അതേ നെക്സ്റ്റ് ബണ്ട് ഹജ്ജ് തിങ്കൾ, മുഹറം, ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നെ ബണ്ട് തിങ്കളായിട്ട് മുഹറം. ഈ 3 തിങ്കൾ കണ്ടിന്യൂയിട്ട് പോകുന്നു. ഇതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പല അഭിപ്രായത്തിലുള്ളൊരു അത് ഒരു അഭിപ്രായം. അങ്ങനെ 3 തിങ്കൾ കണ്ടിന്യൂയിട്ട് പോകുന്നതിന്റെ കാരണം എന്ത് ചൊല്ലുണ്ടെങ്കിൽ ദുൽഖഅദ ചൊല്ലത് ഹജ്ജിക്ക് അങ്ങനെ റായത്തിലിട്ട് പുറത്തവിടെ തിങ്കളായിട്ടിരിക്കരുത്. ദുൽഹിജ്ജ ചൊല്ലുണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കൽപ്പെട്ട തിങ്കളായിട്ടിരിക്കരുത്. മുഹറം ചൊല്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ച ആൾമാർ അങ്ങനെ റായത്തിന് തിരിച്ചു പോണ്ടേ തിങ്കളായിട്ടിരിക്കും ചൊല്ലേ. ഇങ്ങനത്തുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്, സലാസത്തുൽ മുതവാലിയാത്തുൻ, അതെ കണ്ടിന്യൂയിട്ട് ബണ്ട് 3 തിങ്കൾ 4 പവിത്രമാക്കിയത്. ഒന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, മുഹറം ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് ಇನ್ನೊಂದು തിങ്കൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടുണ്ട്, വറജബ് മുവാലല്ലദി ജുമഅദ വശഅബാൻ, അതെ ജുമഅദിലും പിന്നെ ശഅബാന്റെ നടുവിൽ ബണ്ട് റജബ് തിങ്കളായിട്ട് ചൊല്ലുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ 4 യുദ്ധ നിഷിദ്ധമാക്കി പവിത്രമാക്കി തിങ്കളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതില് പവിത്രമാക്കി ഒരു തിങ്കളായിട്ട് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് ബണ്ട് തിങ്കൾ ദുൽഹിജ്ജ തിങ്കൾ. ഈ തിങ്കളില് ദുനിയാവിലുള്ള എല്ലാ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ബഹുഭൂരി ആളുമാർ ഹജ്ജ് കർമ്മ നിർവഹണാക്കുകയോ പരിശുദ്ധമായ കാബാലയത്തിക്ക് എത്ര ഒരു സന്ദർഭമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദുൽഹിജ്ജ തിങ്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ഹജ്ജ് നിർവഹണാക്കുകയോ നബിയെ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹണാക്കുകയോ നിങ്ങൾ ആൾമാരെ വിളിക്കുകയോ ഫഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജ് നിർവഹണാക്കൂ, ആൾമാരെ നിങ്ങൾ ഘോഷണാക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കോറുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചൊല്ലത്. എപ്പോഴായിട്ട് ഇത് ചൊല്ലത്? ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് കടന്നു വന്നിട്ടില്ല. നബിയെ കാണിട്ട് മുഴുവൻ കഴിഞ്ഞു പോയി ഈസാ നബി കടന്നു വന്നിട്ടില്ല. അതിക്ക് മുന്നോട്ട് മൂസാ നബി കടന്നു വന്നിട്ടില്ല. അതിക്ക് മുന്നോട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു യാഖൂബ് നബി കടന്നു വന്നിട്ടില്ല. അങ്ങനെ 5000 വർഷത്തിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചൊല്ലെ വഅദ്ദിൻ, അതായത് വിളിച്ചു ചൊല്ലുന്നു, അല്ലാഹു കറ കൊടുക്കൂ ഫിന്നാസ് ബിൽ ഹജ്ജ്, ഈ ഭവനത്തിൽ വന്ന് ഹജ്ജ് കർമ്മത്തെ നിർവഹണാക്കൂ, നിങ്ങൾ വിളിക്കോറുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല റിവായത്തിൽ കാണുകിട്ട് ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ നന്റെ ബിലി ആറ് കേൾക്കുക റബ്ബെ ചൊന്നപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിളിക്കോ, ആൾമാരെ എത്തുപാറ്റ ഉത്തരവാദിത്തം നന്റെ എത്തിക്കരുത്, നന്റെ ജവാബ്ദാരി എത്തിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചൊല്ലുന്നത്. അണ്ടില് പിന്നെ എന്ത് തോന്നും ഇന്നല്ല ഖിയാമത്ത് നാൾ തോന്നും ആൾമാർ ഇങ്ങനെ ഹജ്ജാക്കുകയും ഉംറാക്കുകയും കടന്നു പോണ്ടേ ഒരു പക്കൈത്തിക്കര് പരിശുദ്ധമായ കാബാലയിലെ പള്ളിയേറ്റിക്കര് മസ്ജിദ്, അതായത് ആ മസ്ജിദ് കടന്നു പോണ്ടതായിട്ടിരിക്കുന്ന ആൾമാർ എന്റെ അത് ഖിയാമത്ത് നാൾ തോന്നും ആ ബിലിക്ക് ഉത്തര കൊടുത്തോണ്ടു മുസ്ലിമീങ്ങ പല പല റായത്തിൽ നിന്നിട്ട് ആ ഹജ്ജ് കർമ്മ നിർവഹണാക്കുകയോ ഈ പള്ളിക്ക് കടന്നു പോണ്ടു. തീന്തുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വതഹിർ ബൈത ലിഖാഇഫീന വൽ ഖായിമീന വറുകഅ സുജൂദ്, അതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാബ തവാഫ് ആക്കണക്കും നിന്റെ നിസ്കരിക്കണക്കും റുകൂഉ സുജൂദ് പോന്നക്കും ഈ പള്ളിയെ ശുദ്ധീകരിച്ചിട്ട് കൊടുക്കോറും അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ടിയില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലേ. പള്ളി ക്ലീനാക്കുന്ന ചൊല്ലുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായ പണിയല്ല. പള്ളി ശുദ്ധിയാക്കിയെടുക്ക ചൊല്ലത് നിസ്സാരമായ പണിയല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആട്ടിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കഅബയിലേക്ക് തവാഫാക്കൽക്കും നിന്റെ നിസ്കരിക്കൽക്കും സുജൂദ് പോകേണ്ടതിനും റുക്കൂ പോകേണ്ടതിനും നിങ്ങൾ ഈ പള്ളിയുടെ ശുദ്ധീകരിച്ച് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലി. അന്നില് പിന്നെ കഅബാലയത്തിൽ നിന്ന് ആൾമാർ ഇങ്ങനെ ഹജ്ജ് നിർവഹണക്കോ കടന്നു കൊണ്ടുപോകും. എന്തെങ്കിലും കാല കഴിഞ്ഞു പോയാൽ പിന്നെ അതേ ശിർക്കൻ വിശ്വാസം ഇങ്ങനെ വ്യാപകമായിട്ട് പോകുമ്പോ ഏതൊരു കഅബാലയ അള്ളാഹുവിടെ മാത്രമേ ആരാധിക്കൂ പടുത്തിയെത്തപ്പെട്ട അതേ കഅബാലയത്തെ ഉൾഗ മൂർത്തിങ്ങ കടന്നു ಬಂತು, വിഗ്രഹങ്ങൾ കടന്നു ಬಂತು. നമുക്ക് കൊണ്ടുണ്ടെങ്കിൽ ഹജ്ജ് ചൊല്ലത് നേരത്തെ ചൊല്ല പോലെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തുടങ്ങിയതല്ല. ബദലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കൊണ്ടു എത്രത്തോളം ചൊല്ലെങ്കിൽ മക്കത്തെ മുശ്രിക്കിനെ പോലും നഗ്നമായിട്ട് കഅബാലയത്തിൽ ഹജ്ജാക്കുന്നത് കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കിട്ടും. അങ്ങനെ തൽബിയത്ത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാത്തുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതെ ഹിജ്റ 10ാമത്തെ വർഷത്തില് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒന്നാമത്തേതും അവസാനമായ ഹജ്ജ് നിർവഹണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ട് സഹാബത്തുക്ക് ആ ഹജ്ജ് എല്ലാ കർമ്മത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പഠിപ്പാട്ടി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ അത് കൃത്യമായിട്ട് പഠിപ്പാട്ടി കൊടുക്കുന്നു. ഏത് രൂപത്തിൽ ഹജ്ജ് നിർവഹണാക്കുന്നു. അത് മാത്രമല്ല കഅബാലയത്തെ ഉൾഗവിലെ 300 ചില്ലറ വിഗ്രഹത്തെ ഓണൊന്നായിട്ട് പടുത്തിട്ട് അത് പൊടി പൊടിയാക്കി വിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഗ്രഹത്തെല്ലാം പടുത്തിട്ടിട്ട് പൊടി പൊടിയാക്കി വിട്ടു ചരിത്രം നമുക്ക് കാണാൻ കിട്ടുന്നത്. എന്നിട്ട് ചൊല്ലിട്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപനാക്കിട്ട് ഹക്ക് വിജയിച്ചിട്ട് ബാത്തിലായിട്ട് പോയിട്ട് ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിട്ട് കഅബാലയത്തില് ഹജ്ജാക്കോ ബണ്ട് വിഷയത്തെ ചുരുക്കമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഹജ്ജുകുല്ലെ ഫضل എന്തിന് ഒരാൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതുക്കുള്ള ശ്രേഷ്ഠത എന്തിലേക്ക് പ്രതിഫല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഫലം യർഫുഖ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. ആറാമത്തെ ഒട്ട ഹജ്ജാക്കിയ എങ്ങനത്തെ ഹജ്ജ് ചെന്നിട്ടെങ്കിൽ അവൻ ഹജ്ജിക്ക് പ്രവേശായിൽ പിന്നെ ഇഹ്റാം കിട്ടിയതിൽ പിന്നെ ലൈംഗിക ബന്ധത്തിൽ അവൻ ഏർപ്പെടാതെ അതേപോലെ അധാർമികമായ നിഷിദ്ധമായ കാര്യത്തെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാതെ ഒരാൾ ഹജ്ജാക്കിണ്ടെങ്കിൽ അവന്റെ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്ത് ಬಂದ പോലെ അവൻ തിരിച്ചു ബന്ധ ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പ്രതിഫലമായിരിക്കും സഹോദരന്മാരെ ഒരു ഹജ്ജ് കർമ്മ നിർവഹണാക്കർക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അതായത് അതൊരു വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. ഒരു കിടവ് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വരുമ്പോ എത്ര സംശുദ്ധിയായിട്ടിക്കലാക്കിടോ, എത്ര പരിശുദ്ധിയായിട്ടിക്കലാക്കിടോ. ആ കിടാവുടെ പേരിൽ ഒരു ദോഷം എഴുതപ്പെട്ടിട്ടില്ല. അത്ര ശുദ്ധിയായിട്ട് ശുദ്ധ പ്രകൃതിയിൽ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് ആ കിടാവ് കടന്നു വേണ്ട. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യർഫുഖ് അതെ ഹജ്ജ് കർമ്മത്ത് പ്രവേശിക്കുന്ന ഫലം യർഫുഖ് അവന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വലം യഫ്സുഖ് അതേപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ പല കാര്യത്തെ വിട്ടുനിന്നുണ്ടെങ്കിൽ അവന് അതേപോലെ തിരിച്ചു ബന്ധ ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ദോഷരഹിതമായിട്ട് ഒരു ദോഷമില്ലാണ്ട് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് കിടവ് പുറത്ത് ಬಂದ പോലെ അത്ര പരിശുദ്ധി നേടിയ ആളായിട്ട് അവന്റെ ദോഷ പൊറുക്കൽപ്പെട്ട് ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജുകുല്ലെ പ്രതിഫലമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടുണ്ട്. ಇನ್ನೊಂದು ಹದೀಸ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಲ್ ಉಮ್ರತು ಇಲಲ್ ಉಮ್ರತಿ ಕಫಾರತುನ್ ಲಿಮಾ ಬೈನಹುಮಾ ವಲ್ ಹಜ್ಜುಲ್ ಮಬ್ರೂರ್ ಲೈಸ ಲಹು ಜಜಾഉನ್ ಇಲ್ಲಲ್ ಜನ್ನಾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ ഇന്നൊരു ഉംറക്ക് ഉണ്ടെങ്കിൽ അതിൽ നടുലുള്ള ദോഷത്തുകളിലെ കഫാറത്ത് പരിഹാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഒരു ഉംറാക്കിട്ട് എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പാദമയിൽ ഉംറാക്കിട്ട് അങ്ങനെ ഈ ഫസ്റ്റ് ഉംറും ആ നടുവും ആ പിന്നാക്കിയ ഉംറും അതിന് നടുവിലുള്ള ദോഷത്തുകളിലെ പരിഹാര കഫാറത്തായിട്ട് കൊണ്ടു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്തില്ല വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹു കബൂൽ ആക്കണ പോലത്തെ അല്ലാഹു സ്വീകരിക്കണ പോലത്തെ
ഹജ്ജിക്ക് സ്വർഗല്ലാണ്ട് വേറെ പ്രതിഫലം ഇല്ല ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഹജ്ജുകളുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്റെ. അതായത് അള്ളാഹു കബൂലാക്കണം, അള്ളാഹു ഹജ്ജിനെ സ്വീകരിക്കണം. അങ്ങനത്തെ അള്ളാഹു കബൂലാക്കുന്ന സ്വീകരിക്കുന്ന ഹജ്ജിനെ കൊടുത്ത് നിർവഹിച്ചെങ്കിൽ അവനുക്ക് സ്വർഗമായിട്ടേക്കര്. അതെ, ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവനുക്ക് സ്വർഗം അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാത്തണ്ട്. ദൈത്തിക്കുന്ന ഹജ്ജിലെ മഹത്വ, ഹജ്ജുകളിലെ പ്രതിഫലത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട്. ഇന്ന് ആറ് കൈത്തിക്കര് ഈ ഹജ്ജ് നിർബന്ധം അവിടെ, ആറ് കൈത്തിക്കര് കഡ്ഡായ അവിടെ അല്ലെ. അർക്കാനുൽ ഇസ്ലാമു 5 കാര്യമുണ്ട്. അതില് ഒന്ന് അശ്ശഹാദ അല്ലെ, അശ്ശഹാദ, രണ്ടാമത്തെ സ്വല. എല്ലാവരും ഫർള് ഐനായിട്ട് നിർബന്ധമായിട്ട് നിർവഹിക്കുന്ന ഇബാദത്തായിത്തിക്കര് നിസ്കാരം ചൊല്ലത്. അത് ഓർത്ത് വെച്ചിട്ടുന്ന അതായത് ലോഹർ നിസ്കാര 2 അബ്ബട്ട് ചൊല്ലു, നീ 2 ബദൽ 2 റക്അത്ത് നിസ്കരിച്ചു ചൊല്ലലാവില്ല. ഫർളില് 2 ഫർളുണ്ടോ, ഒന്ന് ഫർള് ഐന്, പിന്നൊന്ന് ഫർള് കിഫായ. ഫർള് ഐന് ചൊല്ലെങ്കിൽ പ്രത്യേകോർത്തരും അത് നിർവഹിക്കുന്നു. ഫർള് കിഫായ ചൊല്ലെങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും നിർവഹിച്ചെങ്കിൽ മയ്യാവണം. ഉദാഹരണം ചൊല്ലുണ്ടെങ്കിൽ ഫർള് ഐനുകൾ അതെ 5 വക്ത് നിസ്കാരം പ്രത്യേകോർത്തർ നിസ്കരിക്കുന്നു. 6 മുതല് വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കഡ്ഡായമായിട്ട് 5 വക്ത് നിസ്കരിക്കുന്നു. ഫർള് കിഫായ ചൊല്ലുണ്ടെങ്കിൽ ഒരു റായത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ട് അയലിന്റെ ജനാസയുടെ ആരും കഫനാക്കില്ല, അതിൽ ജനാസയുടെ കബറെടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും ആ റായത്തിൽ എല്ലാവർക്കും ശിക്ഷ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ആ റായത്തിൽ ആരെങ്കിലും ഓർത്ത് അത് നിർവഹിച്ചെങ്കിൽ എല്ലാവരും ആ ശിക്ഷയിൽ നിന്ന് മുക്താവറും. ഇതായിട്ട് ഫർള് കിഫായ. അതുകൊണ്ട് ഹജ്ജ് ചൊല്ലത് അത് ഫർളായിട്ടിക്കറ്, അത് നിർവഹിക്കണായിട്ട് എന്നെങ്കിലും 6 കൈത്തിക്കറ് നിർബന്ധ. വിശുദ്ധ ഖുർആനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ പഠിപ്പാത്തല്ല. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, മനുഷ്യന്മാർക്ക് അല്ലാഹുവിന്റെ ഒരു ബാധ്യത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ചൊല്ലേ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, മനുഷ്യന്മാർക്ക് അല്ലാഹുവിന്റെ ഒരു ബാധ്യത ഉണ്ട്. എന്താ ബാധ്യത? ഹജ്ജുൽ ബൈത്തി. അതെ, ഈ ബൈത്തുകൾ വന്നിട്ട് ഈ ഭവനത്തിൽ വന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്ന പോലത്തെ ബാധ്യത മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ ഉണ്ടോ ചോദിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തല്ലേ. 6 ഗത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല, മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അതെ, ആ കാബാലയത്തിക്ക് പോയിട്ട് അവനുക്ക് എത്ര പോയിട്ട് തെരു ഉണ്ടുണ്ടായി അവന് കൈത്തിക്കുന്നത് നിർബന്ധ. ഈ തെരു ചൊന്നെങ്കിൽ എന്തിന്, ഏത് തെരുവായിട്ടിക്കര് മൻ ഇസ്തതാഅ ഇലൈഹി സബീല ചൊന്നിട്ടായി ആ തെരു ചൊന്നെങ്കിൽ ഒന്ന് അവനുക്ക് ആരോഗ്യം വേണം, രണ്ടാമത്തേത് അവനുക്ക് സമ്പത്ത് വേണം. ഇത് 2 ഉള്ള ആളിനെത്തിക്ക് ഹജ്ജ് നിർബന്ധാവും, ഹജ്ജ് കഡ്ഡായാവും. ഒരു മനുഷ്യനെത്തിക്ക് സമ്പത്തുണ്ട് എന്നെങ്കിലും അവനുക്ക് പോലെ പോലത്തെ ആരോഗ്യം ഇല്ല, മാരകമായ സീക്കളും കടന്നു വിട്ടുള്ള അവന് പ്രയാസം അനുഭവിച്ചിട്ടുള്ള സീക്കുണ്ട്, അവന്റെ മേലെ ഹജ്ജ് നിർബന്ധമില്ല. ഇന്നൊരു മനുഷ്യനെത്തിക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തില്ല, അവന്റെ മേലും ഹജ്ജ് നിർബന്ധമില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് പല ആൾമാട്ടിക്ക് പോയിട്ട് കളക്ഷൻ ആക്കിയിട്ട് ഹജ്ജ് പോകുമ്പോൾ ഇസ്ലാം അത് പ്രോത്സാഹിക്കില്ല. അങ്ങനത്തെ ഒരു പ്രോത്സാഹം ഇസ്ലാം നമുക്ക് ഹജ്ജിന്റെ വിഷയത്തിൽ തന്നില്ല. അത് നിങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. ഒറ്റത്തിക്ക് ആരോഗ്യമുണ്ട്, ഒറ്റത്തിക്ക് സമ്പത്തുണ്ട്, ഈ 2 ഒന്നുണ്ടെങ്കിൽ അവൻ എന്താക്കാം, ഹജ്ജ് അവന്റെ മേൽ നിർബന്ധമായിട്ട് അവൻ ആക്കിയിട്ടേ തീരുന്നു. ഇല്ലെങ്കിൽ അള്ളാന്റെ പക്കൽ അവന് ശിക്ഷ ഉണ്ടോ. അതിലേതെങ്കിലും ഒന്നും ഇന്നില്ലെങ്കിൽ അവനുക്ക് അവന്റെ മേൽ നിർബന്ധം ആവുന്നതായിട്ടിക്കര് ഇസ്ലാം പഠിപ്പത്തന്റെ. അതാ അല്ലാഹു ചൊല്ലേ മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ഹജ്ജാക്കരുത് 6 അവിടെ അവനുക്ക് എത്തകുല്ല ആ തെരുവുണ്ടായി അവനുക്ക് ഹജ്ജ് അവന്റെ മേൽ നിർബന്ധമായിട്ടിക്കര്. അത് ഇസ്ലാം നമുക്ക് പഠിപ്പത്തണ്ട്. ഹജ്ജിന് നിർബന്ധമായിട്ടുള്ള കാര്യത്തെ പഠിപ്പാറ്റുമ്പോ ഒന്ന് അവന് മുസ്ലിം ആയിട്ട് വേണം, രണ്ടാമത്തേത് അവന് പ്രായപൂർത്തിയെത്തിയ ആളാവണം, മൂന്നാമത്തേത് അവനുക്ക് അഖല് വേണം. അഖലില്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല, അഖല് വേണം. അതുകൊണ്ട് പ്രായപൂർത്തി എത്താത്തതിന് മക്കബുണ്ടോ എന്നെങ്കിലും ആ മക്കവും ആ വ്യവസ്ഥകൾ ഇന്നിട്ടായി ഹജ്ജ് നിർവഹിക്കുന്നതിൽ യാതൊരു പ്രോബ്ലമില്ല. എന്നെങ്കിലും ഹജ്ജ് നിർവഹിക്കുന്നതിലെ നിർബന്ധമായ ചില കാര്യത്തിൽ വേണ്ടത് ഒന്ന് അവന് മുസ്ലിം ആവണം, രണ്ടാമത്തേത് അവൻ പ്രായപൂർത്തി എത്തണം, മൂന്നാമത്തേത് അഖല് വേണം. ഇസ്ലാം നമുക്ക് പഠിപ്പാത്തണ്ടേ. അതുകൊണ്ട് ആട്ടിക ആരോഗ്യമുണ്ട്, ആട്ടിക സമ്പത്തുണ്ട്, അങ്ങനെ മേലെ ഹജ്ജ് നിർബന്ധമായിട്ട് ചില ആൾമട്ടിക്ക് ഇത് 2 എന്നിട്ടും അങ്ങ് പോവാട്ട് ദൈക്കാറോ ഉള്ളോറോ
ഇപ്പൊ വേണ്ട, ഇന്ന് വയസ്സര കാലത്ത് നിങ്ങൾ പോകാത്ത നീട്ടി വെക്കര് ചില ആൾമാറിനോ പാടില്ല എത്തിക്കര്. കാരണം ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വയസ്സര കാലത്ത് നിങ്ങൾ എത്തിപ്പാട്ടെങ്കിൽ പോകാൻ സാധ്യത. ഈ കാലത്ത് ആരോഗ്യമുള്ള കാലത്തില് അവിടെ പോയിട്ട് ഇബാദത്തും സൽക്കർമ്മം നിർവഹിക്കൂ. ചെമ്മ പ്രയാസം ബുദ്ധിമുട്ടുണ്ടാവും. ആരെങ്കിലും ഒരാളുടെ സഹായത്തോട് കൂടി അവിടെ പോയിട്ട് എത്തുന്നുള്ളൂ. അതുകൊണ്ട് എത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു ഈ രണ്ട് കാര്യം ആട്ടിക്കൊണ്ട അങ്ങനെ മേല് ഹജ്ജ് നിർബന്ധം എത്തിക്കരുത്. അപ്പൊ ഞങ്ങൾ ഹജ്ജിനെ പ്രതിഫലത്തെ മനസ്സിലാക്കിയ ഹജ്ജ് ആരെങ്കിലും നിർബന്ധം ചൊല്ലു ഞങ്ങൾ മനസ്സിലാക്കിയ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹജ്ജ് ഞങ്ങൾ നിർവഹിക്കുമ്പോ രണ്ട് കാര്യം അവിടെ പ്രധാനപ്പെട്ടത് എത്തിക്കരുത്. ഒന്ന് ഇഖ്ലാസ് വേണു, രണ്ടാമത്തത് ഇത്തിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കാര്യം ഇത് ഹജ്ജിന് മാത്രമല്ല, ഏത് ഇബാദത്ത് ഞങ്ങൾ നിർവഹിക്കുമ്പോ ഈ രണ്ട് കാര്യം പ്രമുഖമായി എത്തിക്കരുത്. ഇന്റെ ചമ്മത്തെ സഹോദരന്മാർ നന്റെ ഹാജാറുകളെ ലീസ്റ്റിൽ കൂട്ടത്തിൽ നന്റെ ഉൾപ്പെട്ടു ആൾമാർ കാണത്തക്കಂತೆ ഹജ്ജിന് പോകേണ്ട ആൾമാറുണ്ട് ഹാജിന്റെ ചൊല്ലു അങ്ങനെ പേര് കിട്ടവും സൽപ്പേര് കിട്ടവും പ്രശസ്തി കിട്ടവും വേണ്ടിയിട്ട് ഹജ്ജിന് പോകേണ്ടതുള്ളൂ. ആ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല. അവിടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് പോയിട്ട് എന്തൊക്കെ അവിടെ പ്രവർത്തിക്കണ, എന്തൊക്കെ ഇബാദത്തുകൾ അവൻ എടുക്കണ, അതൊക്കെ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം ഇഖ്ലാസ് നേരം എത്തിക്കരുത്, ആൾമാർ കാണുന്നില്ലത്. അത് മാത്രമല്ല, ദുഃഖകരമായ വിഷയങ്ങൾ ചെന്നിട്ടെങ്കിൽ ഞങ്ങളുടെ റായത്തിൽ നിന്ന് ചെന്ന സഹോദരന്മാര് ഹജ്ജാക്കുകയും അതേപോലെ ഉംറാക്കുകയും പരിശുദ്ധമായ കാബാലയത്തിൽ കടന്നു പോകുന്നവരും മക്കത്ത് കടന്നു പോകുന്നവരും ഈ ഫോണിലേക്ക് മുന്നോട് ഔത്തുന് ഒരു നാട്ടിലെ ഫംഗ്ഷൻ ആക്കുന്നു. ആ ഫംഗ്ഷൻ ആക്കിയിട്ട് അണ്ട് മാല മൗലൂദുകളെ ഓടിയിട്ട് അതേപോലെ കാശ്മീരത്തെ വെച്ച് കന്യാകുമാരിത്തോളം എന്തെല്ലാം കബറുകളുണ്ട്. ആ കബറുകളിൽ അറിയപ്പെട്ട മഹാന്മാരെല്ലാം ബീച്ചിട്ട് ഹജ്ജിന് പോകേണ്ട ആൾമാറുള്ളൂ. സഹോദരന്മാരെ, വ്യക്തമായിട്ടിരിക്കുന്ന ഹജ്ജ്. കാരണം എന്താ ചെന്നിട്ടെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലാഹുവല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനത്തെ ഇസ്തിഗാസാക്കിയിട്ട് മാല മൗലൂദിന് അല്ലാഹുവല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് ഹജ്ജിക്ക് പോയാൽ പിന്നെ കാബ തവാഫാക്കുമ്പോ അവിടെ എന്തായിട്ട് ക്രിയ ആൾമാർ ചൊല്ലേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പ്രത്യേക മുസ്ലിമും തവാഫാക്കുമ്പോ ചൊല്ലുനായ തൽബിയത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ ഊരമാലമോട് ഓടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദർഗത്തെ ഇന്ന ഖബറുകളിൽ ആൾമാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ മക്കത്ത് പോയിട്ട് എത്തിയിട്ട് കാബ തവാഫാക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്താ നാളെ എത്തിര അല്ലാഹുവേ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലാ ശരീക ലക. അല്ലാഹു നിക്കൊരു ശരീക്കുമാർ ഇല്ല, നിക്ക് സമന്മാർ ആരുമില്ല. ഓണ്ടേക്ക് മുന്നോള ഓന് ശരീക്കുമാർ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട് എന്നിട്ട് കാബാലത്തെ മുട്ട പോയിട്ട് അവിടെ ചെല്ലത് നിക്കൊരു ശരീക്കുമാർ ഇല്ല. ഇന്നൽ ഹംദ എല്ലാ ഹംദും വൻ നിഅമത എല്ലാ നിഅമത്തും ലക വൽ മുൽക്ക് എല്ലാ അധിപത്യം നിക്കൈറ്റിക അല്ലാഹുവേ ലാ ശരീക ലക നിക്കൊരു സമന്മാർ ഇല്ല അല്ലാഹുവേ. നോക്കൊരു പരസ്പരം നേരെ വൈരുദ്ധ്യമെത്തിക്കരുത്, നേരെ വിരോധഭാസമെത്തിക്കരുത്. ഔത്തുൽ നിಂತು ಪಡ್ತಾಮೋ പള്ളിയിൽ നിಂತು ഒരു ഉസ്താദ് കർണമಂತೆ മൗലൂദ് ഓദിട്ട് ഇന്ന ആൾമാര് ബർക്കത്തും അങ്ങനെ പേര് പാട്ടി ഓദിട്ടും ദുആ കൊടുത്ത് എവിടെ പോണ്ടേ? ഹജ്ജാക്ക് പോണ്ടേ? ഏത് ഹജ്ജിക്ക്? അല്ലേ ഇന്ന അവ്വല ബൈത്തും ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാരകൻ വഹുദൻ ലിൽ ആലമീൻ. മനുഷ്യന്മാരുടെ സന്മാർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കൊടുത്തിയേറ്റ് ആ അല്ലാഹുവെ മാത്രം ആരാധിക്കുന്നില്ലേ ആ പരിശുദ്ധമായ കാബയിൽ മുട്ട. നിങ്ങൾ നോക്കൂ, ഈ കൂട്ടത്തിൽ ഹജ്ജിന് പോയല്ലേ, ഉംറത്ത് പോയല്ലേ, അവിടെ എത്രയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ലേ? ഏതെങ്കിലും പ്രാർത്ഥനയില്ലേ? ബിഹഖ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ബിഹഖ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബിഹഖ് ഹാജറ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ പേരിൽ ഏതെങ്കിലും പ്രാർത്ഥന അവിടെ ഉണ്ട് സഹോദരന്മാർ ചൊല്ലിയതില്ല? ഇല്ല. മുസ്ദലിഫ കൂടില്ലേ? അതേപോലെ സഫ മർവ സഹിയാക്കുന്നില്ലേ? കാബാലെ തവാഫാക്കുന്നില്ലേ? അല്ലെ എത്രയുള്ള പക്കത്തിലൂടെ കടന്നു പോകുന്നു? ഏതെങ്കിലും പക്കത്തില്
അവിടെ ചൊല്ലനായ പ്രാർത്ഥനകളുടെ കൂട്ടത്തില് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ പേരിൽ ഒരു പ്രാർത്ഥനമാ, ഇസ്മായിൽ നബിയുടെ പേരിൽ ഒരു പ്രാർത്ഥനമാ, അല്ലെങ്കിൽ ഹാജറ റളിയല്ലാഹു അൻഹയുടെ മേൽ പ്രാർത്ഥനമാ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാ സഹോദരന്മാരെ? അവിടെ പോയി കംപ്ലീറ്റ് തൗഹീദ് എത്തിക്കുന്ന മനുഷ്യർ തന്റെ റബ്ബിടെ സമർപ്പിക്കണം. അള്ളാഹു തന്റെ സമർപ്പിക്കുന്ന ഹജ്ജ് ചൊല്ലുന്നുണ്ടായി എല്ലാം തന്റെ റബ്ബ് അള്ളാഹുവേ നിക്ക് ഒരു ശരീക്കുമാർ ഇല്ല ചൊല്ലിട്ട് കടന്നു പോണ്ടത്. അതേക്ക് വലിയ ദുഃഖകരമായ വിഷയ. ഇത്ര പൈസ ചെലവാക്കിയിട്ട് ആരോഗ്യത്തെ ചെലവാക്കിയിട്ട് ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് അവിടെ കടന്നു പോകുമ്പോ എങ്ങനെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്ന അങ്ങനത്തെ എങ്ങനെ അദ്ദേഹത്തിക്ക് മാനദണ്ഡ സഹോദരന്മാരെ ഇബാദത്ത് സ്വീകരിക്കൊണ്ടെങ്കിൽ ഇതിൽ ചെറിയ രൂപത്തിൽ യാതൊരു കൂടി ബന്ധം തീരാ. അത് നിങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. അവിടെ ചൊല്ല തൽബിയത്ത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാറ്റല്ലേ. അതുകൊണ്ട് അള്ളാഹുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലിക്കിലേക്ക് മുന്നോളും ആ കാബാലയത്തിൽ പോയിട്ട് ഹജ്ജ് നിർവഹണാക്കുള്ള തൗഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമനിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತರಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಸಹೋದರಮಾರೆ, ನಂಗೆ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ ഹജ്ജ് നിർവ്വഹണാക്ക് ഒന്നാമത്തത് ഇഖ്ലാസ് എത്തിക്കിരുബേനെ. ആ ഇഖ്ലാസില് അള്ളാഹു മാത്രം എത്തിക്കാൻ അവിടെ കടന്നു പറഞ്ഞതായിരുന്നു. അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പടുപ്പടെ പിരിസമ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ആ ഖുർആൻ ചൊന്നെ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു ഏതെങ്കിലും ഒരു ഇബാദത്ത് നിങ്ങൾ സമർപ്പിക്കുമ്പോ അത് ഇഖ്ലാസോട് കൂടി എത്തിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം എത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ വേണം. അപ്പൊ ഹജ്ജ് നിർവഹിക്കുമ്പോ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പക്കത്ത് മാത്രം വെച്ചിട്ട് അവിടെ ദുആന്ന് ബന്ധമല്ലേ, ബദലായിട്ട് ഹജ്ജിന് പോയെങ്കിൽ അവിടെ കാബാലത്ത് തവാഫാക്കണം, മിനാത്ത് കടന്നു പോകുന്നു, മുസ്ദലിഫത്ത് കടന്നു പോകുന്നു, അതേപോലെ സഫാ മർവത്ത് സഹിയാക്കുകൊണ്ടു, തലയുടെ മുടിയെടുത്തുകൊണ്ടു, മൃഗത്തെ ബലിദാനാക്കുകൊണ്ടു, അതേപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ഹജ്ജ്. ഇതെത്തിക്കുന്ന ഹജ്ജ്. അങ്ങനെ ഈ ഇത്തരമുള്ള കാര്യം ആക്കുമ്പോ ആരെ അവിടെ ചര്യ പിൻപറ്റണു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ട് സംഘടന നേതാവ് അല്ലെങ്കിൽ ഇന്നൊരാളുടെ നേതൃത്വത്തിൽ അല്ല അത് നിർവഹിക്കണായത്. കാരണം നേരത്തെ ചൊന്നില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഹജ്ജ് നിർവഹണാക്കിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജ് നിർവഹിച്ചിട്ട് സ്വഹാബത്തേക്ക് അത് ചൊന്നുകൊട്ടു. ഇതെത്തിക്കുന്ന ഹജ്ജിന്റെ വിഷയ കാട്ടിക്കൊട്ടിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യത്തെ പിറപ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പ്രകാരമാവണം. അതല്ലാണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പ്രകാരം അല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ അവിടെ പോയിട്ട് ഒരു കാര്യം നിർവഹിക്കുകയില്ല. നിർവഹിച്ചെങ്കിൽ ആ ഹജ്ജ് സ്വീകരിക്കൽപ്പെടില്ല. അതുകൊണ്ട് ഇഖ്ലാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഉം ഇത് രണ്ട് പ്രമുഖമായിട്ടിരിക്കരുത്. അത് നിസ്കാരത്തുപോലെ അതെ എല്ലാ ഇബാദത്തും ഇത് കട്ടായമായിട്ടിരിക്കരുത്. അത് വേണം സഹോദരന്മാരെ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കൂല സഹോദരന്മാരെ, ദുൽഹിജ്ജ ഒന്നിനെ പറ്റിട്ടുള്ള 10 നാളിന്റെ വിഷയത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏറെ ശ്രേഷ്ഠ നിറഞ്ഞ നാളിങ്ങേറ്റിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ഖുർആനില് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാട്ടണ്ട വൽ ഫജ്ർ വലയാലിൻ അശ്ർ 10 പ്രഭാതത്തെ മേലാണ്, അതേപോലെ 10 ജാവുടെ മേൽ സത്യത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലാം. അപ്പൊ ആ 4 ഏത് ചൊല്ലു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടുണ്ട്. അത് ദുൽഹിജ്ജ ഒന്നിനെ വെച്ചിട്ടില്ല. ആ 10 നാളത്തേക്ക് ചൊല്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടുണ്ട്. ആ 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. മാ മിൻ അയ്യാമി അഅ്ദമു عند الله ولا فيهن احب الى الله من هذه الايام فاكثروا فيها من التهليل والتسبيح والتكبير والتحميد. الله الرسول صلى الله عليه وسلم ചൊല്ലു മാ മിൻ അയ്യാമിൻ അഅ്ദമു عند الله. അതേ സത്കർമ്മ എടുക്കുന്ന ആൾമാറ്റിക അല്ലാഹു ഏറെ ഇഷ്ടമുള്ള നാളിനെ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ 10 നാൾ ഒരാൾ അമൽ എടുക്കറ ആ ഇടീ വർഷത്തിൽ നമ്മൾ എടുക്കറ ആ കൂട്ടത്തില് അള്ളാഹ് യാറെ ഇഷ്ടമില്ലേ നാളിനെ എത്തിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 1 വെച്ചിട്ട് അതേ 10 നാൾ തോന്നു ഈ നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിറു ഫീഹാ മിനൽ തഹ്ലീലി നിങ്ങൾ യാറാക്കറു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ യാറാക്കറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ് നിങ്ങൾ യാറ ചൊല്ലുന്നു അതേപോലെ അല്ലാഹു അക്ബർ യാറ ചൊല്ലുന്നു അതേപോലെ അൽഹംദുലില്ലാഹ് നിങ്ങൾ ധാരാളമായിട്ട് ഈ നാളിൽ ചൊല്ലുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഈ നാളിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നത് ആ സുന്നത്ത് നിസ്കാരത്തോടെ നിങ്ങൾ നിർവഹിക്കണം കാരണം ഒരു അടിമറ്റിക്ക് യാർ അല്ലാഹു ഹുബ്ബുല്ലേ നാളിൽ എത്തിക്കു ചൊല്ലുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ ಕಾರಣ ಪಂಡಿತಮಾರ್ ಪಲೇ ವಿಷಯ ಚೊಲ್ಲರು ಕಾರಣ ಚೊಲ್ಲಿಗೆ ಎಲ್ಲಾ ಇಬಾದತ್ತಿನ ಈ ನಾಲ್ಕು ഒരുമിച്ച് ചേർന്ന് ചൊല്ലിട്ട് പണ്ഡിതമാർ വെളിപ്പാട്ടല്ലേ അതിൽ നോമ്പും ഉണ്ട് ഹജ്ജും ഉണ്ട് അതേപോലെ സ്വതക്കം ഉണ്ട് അതേപോലെ പല എല്ലാ ഇബാദത്തും ഒരുമിച്ച് ചേരുന്ന നാളുകേറ്റിക്കര് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറെ ഇഷ്ടമുള്ള ചൊല്ലു പണ്ഡിതമാർ അങ്ങനെ അഭിപ്രായം ചൊല്ലರು എന്തു ആവട്ടെ സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ നാല് ഞങ്ങൾ ഇബാദത്തുകളെ സൽക്കർമ്മങ്ങളെ ഞങ്ങൾ യാറാക്കും ചൊല്ലിട്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടണ്ടേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയ സഹോദരന്മാരെ ഉലൂഹിയത്ത് കൊടുക്കുന്ന വിഷയത്തിലായിട്ടേക്ക് ഉലൂഹിയത്ത് കൊടുക്കുന്ന വിഷയത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടണ്ട് ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ അതായത് ദിൽഹിജ്ജരെ ഹിലാൽ മാത കണ്ടിട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടണ്ട് വഅറാദ അഹദകും അൻ യുവഹിയ ഫൽയുംസിക് അൻ ശഹരിഹി വഅൽഫാരിഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഉലൂഹിയത്ത് കൊടുക്കുക ഉദ്ദേശിക്കറങ്ങ അങ്ങനെ മുടിയുടെ ഉഗുരം അങ്ങ് മുറിക്കാൻ കട്ടാക്കാൻ ദിക്കു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദുൽഹിജ്ജ മാത കണ്ടറിപ്പിച്ചിട്ട് അവന് ഉലൂഹിയത്ത് കൊടുക്കുന്ന നാളുകളായിട്ടിക്കര് ആ ഉലൂഹിയത്ത് കൊടുക്കുന്ന നാളിലെ പാട് 3 നാളുണ്ട് ദുൽഹിജ്ജ 10 തുടങ്ങി 11 12 13 ഈ നാൾ തോന്നും അതിൽ എപ്പോഴും കൊടുക്കുക അവർ തോന്നും അവന്റെ മുടിയും അവന്റെ ഉഗുരം കൊടുക്ക ഉദ്ദേശിക്കുന്നവന് മാത്ര അവന്റെ കുടുംബത്തിന് അത് ബാധകല്ല ആര് കൊടുക്കുക അവനക്ക് മാത്രമേ എത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട് ആർക്ക് ഇത് ഉബൂഹിയത്ത് കൊടുക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഉഗുറും മുടിയും കട്ടാൻ ടിക്കറ്റ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യത്തെ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അതേപോലെ പ്രത്യേക വർഷത്തെ പോലെ സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് സാമൂഹികമായിട്ട് കുർബാനി ഈ പട്ടമുള്ള സഹോദരൻ ഒരാൾക്ക് 5500 രൂപയ്ക്ക് ഷെയർ ഉള്ളത് അല്ലെ കുർബാനി ചൊല്ലിട്ട് ഒത്ത കൊടുക്ക ഇന്ന് ആർക്ക് സാധ്യമില്ലെങ്കിൽ 7 ആള് ഒരുമിച്ച് ചേർത്ത് അത് കൊടുക്കാണ്ടായിട്ട് ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാട്ടുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് 5500 രൂപയ്ക്ക് അതിന് നിശ്ചയിച്ചു വെച്ചത് കൊടുക്കുക ഉദ്ദേശിക്കുക ഇവിടെ കമ്മിറ്റിയുമായിട്ടും ആ വിഷയത്തിൽ ബന്ധപ്പെടാം അതേപോലെ സഹോദരന്മാരെ ഇന്നൊരു വിഷയം ചൊല്ലുള്ളത് 2 കോളേജ് ഉണ്ട് ഒന്ന് ദാറുൽ ഖൈർ അറബിക് കോളേജ് ഞങ്ങളെ ബോലന്തൂർ മുട്ടല്ല പക്കത്തുണ്ടു അതേപോലെ ദാറുൽ ഉലൂം ചൊല്ലെ പെൺമക്കളുള്ള മാത്രമേ അറബിക് കോളേജ് ഇവിടെ തലപ്പാടിൽ നടന്നിട്ടുള്ളൂ SLC റിസൾട്ട് ബന്ത് ഞങ്ങളെ മക്കളെ SLC റിസൾട്ട് ബണ്ട് SLC പാസ് ആവണം 2 പഠിപ്പും കൂടെ ഉണ്ട് ഈ 2 കോളേജിലും അവിടെ ആൺമക്കൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട് പെൺമക്കൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഇല്ല എന്തെങ്കിലും സഹോദരന്മാരെ ഞങ്ങൾ ഒരു മക്കളെങ്കിലും ഈ അറബിക് കോളേജിൽ 2 പഠിപ്പുണ്ട് ലൗകികമുണ്ട് ധാർമ്മികമായ ഉള്ളേ 2 പഠിപ്പുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളുള്ളവരെ ഈ ഒരു കോളേജിൽ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ ആക്കാൻ ചൊല്ലു നിങ്ങളുടെ ഗവൺമെന്റ് എപ്പോ പറഞ്ഞിട്ടില്ല അതേപോലെ സഹോദരന്മാരെ ദുആക്ക് വസിയത്താക്കിനോട് ഞങ്ങളെ ഈ പള്ളിയുടെ മെമ്പർ ആയിട്ടില്ലേ സിദ്ദീഖ് ബഡൂർ ആക്സിഡന്റ് ആയിട്ട് ഓപ്പറേഷൻ ആയിട്ട് ഔത്തുണ്ടോ അതിലേക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അല്ലാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ അതേപോലെ ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടിട്ടും അതേപോലെ മാരകമായ സ്ത്രീകളിൽപ്പെട്ടിട്ടും എത്ര ഞങ്ങളുടെ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് പ്രയാസത്തിൽ മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ സാഫിയ റബ്ബു അവന്റെ കുദ്രത്ത് കൊണ്ട് എല്ലാവരും പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അല്ലാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ അതേപോലെ കല്യവാറ 2 ആൾ മരണപ്പെട്ടു പോയവർ ഒന്ന് ഒരു സഹോദരി ഞങ്ങൾ ഒരു സഹോദരൻ
അങ്ങനെ ദ്വാർക്ക് വസിയത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഖബർ അല്ലാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ എന്ത് യാറൊക്കെ പണിത്തിന് ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പുറത്തു അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞിട്ടും അറിയാണ്ട് ഈ നേരത്തോട് കടന്നു തന്നെ എല്ലാ ചെറിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പുറത്തു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കട കൊണ്ട് ബുദ്ധിമുട്ട് ബന്ധങ്ങൾ ഒറ്റ കടത്തെ ഹലാലായ രൂപത്തിൽ കൊടുത്തു വിടുകയും മരിക്കുന്ന നേരത്തെ കടയില്ലാണ്ട് മരണപ്പെട്ടു പോകുന്നത് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുകയോ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് ഉപകാരപ്പെട്ട സന്താനമായിട്ട് അല്ലാഹു ഞങ്ങൾക്ക് അതിൽ തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ട സ്വർഗത്തിൽ നരകത്തും ആ സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആവുമാറായിട്ട് അല്ലാഹു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഭയാനകമായി നൊമ്പല മാത്രമേ അനുഭവിക്കേ ആ നരകത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർണ്ണമായ ന്യായത്തെ കൊടുത്തത് ആ ബന്ധനത്തിൽ മുക്താവുന്നു അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജീവിക്കുന്ന റായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വസ്ഥതയും സമാധാനത്തെ അല്ലാഹു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.